പ്രോഫിറ്റിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കണം. നമ്മൾ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ കൂടുതലും സംസാരിക്കുന്നത്. നമുക്ക് മെയിൻ വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ സർവൈവ് ചെയ്ത് ക്യാപിറ്റൽ സെക്യൂർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഹൈ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്തുള്ള ഒരു ട്രേഡാണ്. ഓക്കെ, അതിൻ്റെ ലോജിക്ക് പറയാൻ വേണ്ടിയിട്ടും ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ റെക്കോർഡ്. എങ്ങനെയാണ് ഞാൻ ട്രേഡ് മാനേജ് ചെയ്യുന്നുള്ളൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതേപോലെ നമ്മളൊരു ടെലഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്, ഫെക്സ്റ്റോക്സ് മലയാളം. ഓക്കെ, ഇതിൽ എൻ്റെ ട്രേഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നതാണ്. എൻട്രി എടുക്കുന്ന തൊട്ട് കൊണ്ടോ ഈ ഒരു ലെവൽസിലാണ് എൻട്രി എടുത്തില്ല, ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സം നെറ്റ്വർക്ക് ഇഷ്യൂ, ഞാൻ രാവിലെ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഞാൻ എൻ്റെ അനാലിസും കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പം ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളത്, 2-3 ദിവസമായിട്ട് നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ആയിട്ടില്ല. കറക്റ്റായിട്ട് ഞാൻ ലോജിക്കും കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ പ്ലേ ചെയ്യുക, അതേപോലെ ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് എക്സിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഒരിക്കലും ഒരു സിഗ്നൽ ഗ്രൂപ്പ് ആയിട്ട് നിങ്ങളിത് കാണേണ്ടതായിട്ടില്ല. ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് ട്രേഡ് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് എൻ്റെ ട്രേഡ്സ് ഞാൻ എടുക്കുന്നത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എനിക്ക് ഒരു ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലത്തുള്ള ട്രേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ലൈവായിട്ട് പോകുന്നതാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് എൻ്റെ PNL കാര്യങ്ങളും റൺ ആകുന്നുണ്ട്. ഓക്കെ, ഡബിൾ സ്ക്രീൻ ആക്കിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എൻട്രി എടുത്തിട്ടുള്ള ക്രൈറ്റീരിയയും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് മാനിപ്പുലേറ്റ് ആകാനുള്ള പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയയിലാണ് നമ്മളുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഏരിയാസ് നോക്കി കാണാൻ പറ്റും. ഹൈ ടൈം ഫ്രെയിമിൽ ഒരു PDR ടച്ച് ചെയ്തിട്ടുണ്ട്, ഒരു വീക്ക് ക്രിയേഷൻ ചെയ്തിട്ടുണ്ട്. പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോയിട്ട് മാനിപ്പുലേഷൻ ആയിട്ടുള്ള ഡൗൺ സൈഡിലേക്ക് പ്രീവിയസ് ഡേ ലോ എടുക്കുന്ന രീതിയിൽ ഒരു മൂവ്മെന്റ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ബയാസ് ആണ് കറന്റ് എൻ്റെ ഒരു വ്യൂ ആയിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം 1 hourലേക്ക് പോവാം. ഓവറായിട്ട് ഞാൻ ഡിസ്കഷൻ ചെയ്യുന്നില്ല. ഇവിടെ ബൈ സൈഡിൽ കൂട്ടി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇൻവെസ്റ്റിനും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഓർഡർ ബ്ലോക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു ഓർഡർ ബ്ലോക്കിന്റെ ഹൈ പോയി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. DXY നമുക്ക് കാണാൻ പറ്റും 1 hour ലൈൻ എടുക്കുന്നുണ്ട്. 1 hour നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ട് ഇതിന്റെ താഴെ ഞാൻ കോറിലേഷൻ എടുക്കാം. ഇതിന്റെ താഴെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ ഹോൾഡ് ചെയ്തിട്ടില്ല. ഇതിന്റെ മുകളിലോട്ടേക്ക് വന്ന് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഓർഡർ ബ്ലോക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഹോൾഡ് ചെയ്തിട്ടാണ് പ്രൈസ് നിൽക്കുന്നത് DXY. ഓക്കെ, 5 minutes നമുക്ക് ആ ഒരു ഏരിയയിലുള്ള സപ്പോർട്ട് ഏരിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റും കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. ക്ലിയർ. അപ്പോൾ യൂറോ USD നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഹൈ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. SMT എന്നുള്ള രീതിയിലൊരു മൂവ്മെന്റും കാര്യങ്ങളെല്ലാം പ്രൈസ് വന്നിട്ടുണ്ട്. അത് ബേസ് ചെയ്തിട്ട് നമ്മൾ 2 പ്ലാനാണ് ചെയ്തത്. ഒന്ന് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വന്നിട്ട് ഒരു റിവേഴ്സൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഹൈസ് ടേക്ക് ഔട്ട് ചെയ്ത റിവേഴ്സൽ കാണിച്ചു കഴിഞ്ഞാലും ട്രേഡ് എടുക്കാവുന്ന പ്ലാനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നടന്നിട്ടുള്ള പ്ലേ അപ്പ് നമുക്ക് നോക്കി കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ലെവൽസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബേസ് സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഏഷ്യയുടെ ഹൈസ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രീമിയം ഏരിയയിലേക്ക് തന്നെയാണ് പ്രൈസ് വന്നിട്ട് റിവേഴ്സലും കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്. നമുക്കിപ്പോൾ ടാർഗറ്റ് ലെവൽസിലേക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു കൺഫ്ലുവൻസ് ആയിട്ട് ബുള്ളിഷ് കൺഫ്ലുവൻസ് ആയിട്ടുള്ളത് ഈ ഒരു അപ്ലോസ്ഡ് ആയിട്ട് വന്നുള്ള മൊമെന്റും അതേപോലെ തന്നെ ഒരു വേറെ ഷോർട്ടർ ബ്ലോക്ക് ആണ്. ഓൾമോസ്റ്റ് ഒരു ഡിസ്കൗണ്ട് ഏരിയയിലൊക്കെ എല്ലാം വന്നിട്ടാണ് പ്രൈസ് റിവേഴ്സലും കാണിച്ചത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. പ്രൈസ് ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്ത് അപ്പ് സൈഡിലേക്ക് പോകുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് ആ എക്സാക്ട് ആയിട്ട് മൊമെന്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ ട്രേഡ് എടുക്കുക, സ്റ്റോപ്പ് ലോസ് ഒക്കെ ടാർഗറ്റ് ഒക്കെ മാനേജ് ചെയ്യാം. ഓക്കെ, ബയാസിന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഓക്കെ, ഇന്നത്തെ എക്സ്പെക്ടേഷൻ വെച്ചാൽ പ്രീവിയസ് ഡേ ലോ വരെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ജസ്റ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ ലെവൽസിൽ നിന്ന് റിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയസിൽ നിന്ന് പ്രീവിയസ് ഡേ ലോ വരെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ളത് ഏഷ്യയുടെ ലോ ആണ്. അതേപോലെ തന്നെ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലാണ് നമ്മൾ ടാർഗറ്റ് ലെവൽസ് ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഏരിയ നമുക്ക് കാണാൻ പറ്റും ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഏരിയയിൽ നിന്നാണ് പ്രൈസ് റിയാക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അവിടെ നിന്നാണ് റിയാക്ട് ചെയ്തത്. ഇൻ കേസ് ഇത് ഇൻവേർഷൻ ചെയ്യിപ്പിക്കലാണെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പ്രീവിയസ് ഡേ ലോ വരെ മൂവ്മെന്റ് വന്നേക്കാം. നമ്മൾ ഈ ഒരു ലോസ് നിന്നാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി 5 minutesലേക്ക് പോയിട്ട് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, 5 minutes നമുക്ക് കാണാൻ പറ്റും. നമുക്കിവിടെ ഏഷ്യയുടെ ഹൈസ് ഉണ്ട്. ഈ ഒരു ബോക്സ് ഏഷ്യയുടെ ഹൈസ് ആണ്. ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. പ്രൈസ് എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് 1 hour ഓർഡർ ബ്ലോക്കിന്റെ മുകളിലോട്ടേക്ക് പോയിട്ടുണ്ട്. ഇവിടെ പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഇതിന്റെ ഒരു ഏരിയയിലേക്ക് വന്നിട്ടാണ് നമുക്ക് റിവേഴ്സൽ കിട്ടുന്നതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിവേഴ്സൽ ആയിരുന്നു. ഓക്കെ, ബട്ട് നമുക്ക് അങ്ങനെയുള്ള റിവേഴ്സൽ കിട്ടിയിട്ടില്ല. ഇവിടെ ഞാൻ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇത് നമുക്കൊരു ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് ഡെലിവറി കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവൽസിലേക്ക് വന്ന ഒരു ചേഞ്ച് സ്റ്റേറ്റ് ഓഫ് ഡെലിവറി കാണാൻ പറ്റുന്നുണ്ട്. ഒരു MSS പോലുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ബട്ട് ഞാൻ ഡയറക്റ്റ് ഈ ഒരു റിട്രേസ്മെന്റ് വന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല. റീസൺ ഇത്രയേ ഉള്ളൂ, ഒരു ലോ ആയിട്ട് വന്നിട്ടുള്ള ഒരു ലോ റെസിസ്റ്റൻസ് പോലെ ക്രിയേറ്റ് ആയുള്ള ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെയുള്ള റിയാക്ഷൻ ബേസ് ചെയ്ത് ട്രേഡ് എടുക്കാനായിരുന്നു പ്ലാൻ ഉള്ളത്. പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോയി. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഇൻവേർഷൻ ആണ്. കൂടുതൽ ആൾക്കാരും ഈ ഒരു ഏരിയ ബൈ നോക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഏരിയ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വന്നു. ഞാൻ ഇവിടെ വീണ്ടും ട്രേഡ് പ്ലേസ് ചെയ്തിട്ടില്ല. ഞാൻ ഈ ഒരു ലോസ് ടേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ട്രേഡ് എടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും പ്രൈസ് ഡൗൺ അപ്പ് സൈഡിലേക്ക് പോയി ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ക്യാൻ ക്ലോസിന്റെ ആ ഒരു ടൈം സമയത്ത് ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ,
ഒരു ട്രേഡ് പ്ലേസ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഓൾമോസ്റ്റ് ഈ ഒരു ലെവൽസ് നിന്നാണ് കണ്ടോ, ഈ ഒരു ലെവൽസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്ന് ഈ ഒരു ക്യാൻസിക്സിന്റെ ഈ ഒരു ടൈമായിരുന്നു ഞാൻ എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബുള്ളിഷ് ക്യാൻസിക്സ് പോയി പ്രൈസ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കില്ലായിരുന്നു. പക്ഷേ പിന്നെ ഡൗൺ സൈഡിലേക്ക് ഈ ഒരു ലോ ലെവൽസിലേക്ക് വന്ന സമയത്ത് മാർക്കറ്റ് ഓർഡറിൽ എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈസ് വെച്ചു, ടാർഗറ്റ് ഏഷ്യയുടെ ലോസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയയിൽ എൻട്രി എടുത്തു. ബട്ട് ഇവിടെ സംഭവിച്ചിട്ട് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് നല്ല രീതിയിൽ ഡ്രോപ്പ് വന്നു. ബട്ട് ഇതൊരു ക്യാൻഡിൽ ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ റിട്രേസ്മെന്റ് വന്ന് ഡൗൺ സൈഡിലേക്ക് പോയേക്കായിരുന്നു. ഓക്കെ, ബട്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ക്ലോസ് കിട്ടണില്ല ഈ ഒരു ഏരിയയിൽ. ഓക്കെ, നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പ്രൈസ് വന്നു, ഈ ഒരു 1 hour ഓർഡർ ബ്ലോക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് പ്രൈസ് വന്നിട്ടാണ് ഇവർ റിജക്ഷൻ തന്നിട്ട് പ്രൈസ് അപ് സൈഡിലേക്ക് പോയിട്ടത്. ഇവിടെ റിജക്ഷൻ വന്ന് അപ് സൈഡിലേക്ക് പോയി ഈ ഒരു ക്യാൻഡിൽസ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈസ് ഇൻ കേസ് ഒരു ബുള്ളിഷ്നെസ് കാണിക്കലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതുകൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ എത്തിയ സമയത്ത് നമുക്ക് പ്രൈസ് ടേക്ക് ഔട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇൻ കേസ് വരുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രോപ്പർ ആയിട്ട് എക്സിറ്റ് ചെയ്ത് മാറാം, നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പ്രോഫിറ്റ് ലെവലിൽ നിന്ന് മാറാം. ഓക്കെ, നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ട്രേഡ് മാനേജ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുള്ളത്, ഈ ഒരു ഹൈസ് ആണ് സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടോ, ഇല്ല ടൈറ്റ് ആയിട്ട് വെച്ചിട്ട് എന്താ സംഭവിക്കുക, സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് എൻട്രിയും അതേപോലെ സ്റ്റോപ്പ് ലോസും പ്രോപ്പർ ആയ ലെവൽ വെക്കാം. ഞാൻ എൻട്രി എടുത്തത് ആ ഒരു കൺഫർമേഷൻ ആണ്, ഡയറക്റ്റ് ഇവിടെ എൻട്രി എടുത്തിട്ടില്ല. ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ഒരു കൺഫർമേഷൻ ബേസ് ചെയ്തിട്ടാണ് എൻട്രി എടുത്തിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വെച്ചിട്ടുള്ളത്, ഈ ഒരു സ്വിംഗ് ഹൈസിന്റെ കുറച്ച് ബഫർ ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്താണ് റീസൺ, നിങ്ങൾക്കറിയാം ബ്രോക്കറിൽ അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിലും പ്രോഫോം അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിലും എല്ലാം പ്രൈസ് ചിലപ്പോൾ ഈ ഒരു ഏരിയ വന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഒരു സ്പ്രെഡ് കാരണം ചിലപ്പോൾ 1 സ്പ്രെഡ് ഉണ്ടാവും, അല്ലെങ്കിൽ 0.5 ആയിരിക്കും, ചില 1.5 ഉണ്ടാവും. ചിലപ്പോൾ ആ സ്പ്രെഡ് കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് വീണ്ടും ഡൗൺ സൈഡിലേക്ക് വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. ഓക്കെ, എനിക്ക് എത്ര പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക്, ചിലപ്പോൾ ഈ ഒരു ലെവൽസിൽ ഇതിന്റെ കുറച്ചും കൂടി മുകളിലോട്ടായിട്ടാണ് എൻ്റെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളെല്ലാം ഉള്ളത്. ഓക്കെ, അതിനുശേഷം പ്രൈസ് അപ് സൈഡിലേക്ക് വന്നു. ഞാൻ ഈ ഒരു ലെവൽസിലായിരുന്നു ഞാൻ വീഡിയോ ഷൂട്ടും കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നമുക്കൊരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിനെ ഒരു എന്ത് ചെയ്തിട്ടുണ്ട്, -IFEG ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു ഏരിയ സ്ട്രോങ് ആയിട്ടുള്ള റിവേഴ്സൽ ഏരിയ ആയിട്ടാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ബട്ട് ഇവിടെ ഹയർ ടൈം ഫ്രെയിം ആണ് നമുക്ക് ഇവിടെ ഒരു ഇഷ്യൂ ആയിട്ടുള്ളത്. ഒരു ഹയർ ടൈം ഫ്രെയിമിന് ഇൻവാലിഡേഷൻ ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂയോർക്കും ഒരു റിട്രേസ്മെന്റിന് ശേഷം ഡൗൺ സൈഡിലേക്ക് കാണാൻ പറ്റും. അല്ലാത്ത പക്ഷം എന്താണ് സംഭവിക്കുന്നത്, അല്ലാത്ത പക്ഷം വേർച്ച സിനാരിയോ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഇൻവേർഷൻ തൽക്കാലം ഒന്ന് അങ്ങോട്ടേക്ക് ഒതുക്കി വെക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിനെ ഇൻവേർഷൻ ചെയ്ത് പ്രൈസ് അപ് സൈഡിലേക്ക് പോകും. ഓക്കെ, ഇതൊരു ബ്രേക്ക് അവേ ഗ്യാപ്പ് പോലെയാണ് പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്താണ് ബ്രേക്ക് അവേ ഗ്യാപ്പ്? ബ്രേക്ക് അവേ ഗ്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിന് റിട്രേസ്മെന്റ് വരണ്ടാത്ത ഒരു ഏരിയ ആണ്. ഓക്കെ, ഇങ്ങോട്ടേക്ക് റിട്രേസ്മെന്റ് വരണം. ഇമ്പൾസീവ് ആയിട്ട് ഒരു ലിക്വിഡിറ്റി എടുത്ത് റിട്രേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ കൂടുതലും പ്രൈസിന് റിട്രേസ്മെന്റ് വരുന്ന സമയത്ത് ഈ ഒരു അപ്ലോസ്ഡ് ക്യാൻസൽസിന്റെ ഏരിയ തന്നെ റിയാക്ട് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കർ ഏരിയ റിയാക്ട് ചെയ്തിട്ട് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റി ഉണ്ടാകും. ഇനി വീണ്ടും ഈ ഒരു ബ്രേക്കർ ഏരിയയിലേക്ക് പ്രൈസ് വന്നു കഴിഞ്ഞ് ഇവിടെ ക്ലോസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസ് ചിലപ്പം അപ്സൈഡിലേക്ക് പോകാനുള്ള നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ലെവലിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി. ഞാൻ ഇപ്പോൾ അഗ്രസീവ് ആയിട്ട് ഈ ഒരു സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്ന അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. പിന്നെ എപ്പോഴാണ് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്നുണ്ടാകുക, പ്രൈസിന് ഈ ഒരു ലോ നമുക്ക് ബ്രേക്ക് ഇവൻ സെറ്റ് ചെയ്യാനും പറ്റില്ല. ബ്രേക്ക് ഇവൻ സെറ്റ് ചെയ്യാണ്ട് കുറച്ചും കൂടി റൂളും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈ ഉള്ളത് ഈ ഒരു ലെവൽസിലേക്ക്, ഈ ഒരു സ്വിംഗ് ഹൈസിന്റെ ലെവൽസിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഇപ്പൊ കറന്റ് ലെവലിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് കണ്ടിന്യൂ ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വന്ന് ഇവിടെ നമുക്ക് ക്ലോസ് കിട്ടലാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവൽസിലേക്ക് മാറാം. പിന്നെ വീണ്ടും ഒരു സ്വിംഗ് ഹൈസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഇവൻ സെറ്റ് ചെയ്യാം. എങ്ങനെ, ഓക്കെ, ട്രേഡ് പ്ലാൻ എങ്ങനെയായിരിക്കണം ക്രിയേറ്റ് ചെയ്യണേ പറഞ്ഞിട്ട്. ഓക്കെ, എക്സ്പെക്ട് നമ്മൾ ആ ഒരു രീതിയിൽ മൊമെന്റം വന്നു, പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നു, വീണ്ടും ഒരു സ്വിംഗ് ഹൈ റിട്രേസ്മെന്റ് വന്നു, വീണ്ടും ഒരു ഫാൾ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടാവില്ല, ഇവിടെയുള്ള സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇവിടത്തേക്ക് ട്രേഡ് ചെയ്ത സ്റ്റോപ്പ് ലോസ് അത് എടുത്തിട്ട് ബ്രേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്യാം. കാരണം വെച്ചാൽ ഇവിടെ നമുക്കൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്വിംഗ് ഹൈ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എപ്പോഴാണ് ഈ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്വിംഗ് ഹൈസിന്റെ മുകളിലോട്ട് പോകുന്നത്, സ്വീപ്പ് അല്ലാതെ ക്ലോസ് ഇട്ടിടുന്നത്, അപ്പോഴായിരിക്കും ഒരു മാർക്കറ്റിലെ റിവേഴ്സൽ നമുക്ക് ഹൈ ടൈം ഫ്രെയിം ബേസ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് ഇവൻ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ലോ ടേക്കിനോട് ചെയ്ത് പ്രൈസ് ക്ലോസ് ഡൗൺ സൈഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഇവനും സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോറി, ഈ ഒരു സ്വിംഗ് ഹൈസിന്റെ മുകളിലോട്ടേക്ക് സ്റ്റോപ്പ് ലോസ് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ട്രേഡ് മാനേജിങ് കാര്യങ്ങളിൽ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു ഐ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് SL അടിക്കേണ്ടായിരുന്നു, SL അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഈ ഒരു ലോ നല്ലൊരു റിവേഴ്സൽ ഏരിയയും കൂടിയാണ്. കാരണം വെച്ചാൽ ഇതിന്റെ താഴെ ആയിരിക്കും കൂടുതൽ, ഇവിടുന്ന് ബൈ എടുത്ത ആൾക്കാരെല്ലാം സ്റ്റോപ്പ് ലോസിന്റെ താഴെ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ താഴെ ക്ലോസ് കിട്ടണം. ഇൻ കേസ് വിക്ക് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു റിട്രേസ്മെന്റ്, ഒരു ബ്രേക്ക് വേലേക്ക് പ്രൈസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്.
എല്ലാം വരച്ച് കൊളാക്കി ഇടാണ്ട് നോക്കുക. ഓക്കെ, ചാർട്ട് കുറച്ച് നീറ്റായിട്ട് വെക്കുക. ഇനി ഈ ഒരു ഇൻവേർഷനിൽ മാറ്റുന്നുണ്ട്. ഇതുപോലെ എല്ലാം ഒന്ന് ഡ്രോ ചെയ്ത് ഇടാൻ നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡ്രോ ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന സമയത്ത് ചിലപ്പോൾ മറന്നു പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ട്രേഡ് എടുത്ത് നമ്മൾ അങ്ങനെ തന്നെ നോക്കിയിരിക്കണം എന്നൊരു നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം ഒന്ന് ഡ്രോ ചെയ്ത് വെക്കുക. ഹൈ ടൈം ഫ്രെയിമിലാണെന്നുണ്ടെങ്കിൽ ലോ ടൈം ഫ്രെയിമിലാണ്. എനിക്കറിയാം ഈ ഒരു 1 hour എന്തെല്ലാം ഏരിയ ഉള്ള ഓർഡർ ബ്ലോക്ക് ഉണ്ടല്ലേ, ഇവിടെ കാണാൻ പറ്റും. ഓർഡർ ബ്ലോക്ക് ലെവൽസ് ഉണ്ട്. ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ലെവൽസ് ഉണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഇനി ഒരു ഓർഡർ ബ്ലോക്ക് വരയ്ക്കാനുള്ള റീസൺ വെച്ചാൽ ഈ ഒരു ലോ ടു ഹൈ നോക്കുന്ന സമയത്ത് ഇതാണ് ഡിസ്കൗണ്ട് ഏരിയ. അതുകൊണ്ടാണ് ആ ഒരു ഓർഡർ ബ്ലോക്ക് ഡ്രോ ചെയ്തിട്ടുള്ളത്. ഇത് ഇൻവേർഷൻ കിട്ടലാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കണ്ടിന്യൂ ചെയ്ത് റൗണ്ട്സിലേക്ക് പോകും. ഓക്കെ, നമുക്ക് ഒരു ക്ലോസ് കിട്ടുമെന്നുണ്ട്. 11 സെക്കൻഡ്സും കൂടി ഉണ്ട്. ആ 11 സെക്കൻഡ്സിൽ നമുക്ക് ആ ഒരു താഴോട്ടേക്ക്, ഇതിൻ്റെ താഴോട്ടേക്ക് ഒരു ക്ലോസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെറ്ററാണ്. ക്ലോസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ക്ലോസ് കിട്ടിയിട്ടില്ല. ഓൾമോസ്റ്റ് ആ ഒരു ഏരിയ തന്നെയാണ് ക്ലോസ് കിട്ടിയിട്ടുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു ഹൈസിൻ്റെ മുകളിലോട്ട് കൊണ്ടുവരും. നമുക്ക് ചെറിയൊരു ലോസ് കുറഞ്ഞാലും, അതായത് പൈസ പോകുന്നതിനെക്കാട്ടി എത്രയോ ബെറ്റർ ആണ് പ്രോപ്പറായ ലെവലിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് മാറുന്നത്. ഇതൊരു പ്രോപ്പറായ ലെവലാണ്. പ്രൈസ് ഇങ്ങോട്ട് വന്നതിനെ എക്സിറ്റ് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ ചെറിയൊരു ലോസ് ആണ്. ഒരു ഇത്ര USD ആണെങ്കിൽ പോലും, ഇപ്പോൾ പോട്ടെ ഒരു USD ആണെങ്കിൽ പോലും അതൊരു വാല്യൂ ഉള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് അനാലിസും ആ ഒരു റിസ്ക് മാനേജ്മെന്റിൽ കറക്റ്റായി ചെയ്ത് കഴിഞ്ഞാൽ, അനാലിസും മാനേജ്മെന്റിൽ കറക്റ്റായി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോസ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഞാനൊന്ന് ബ്രോക്കർ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആ ഒരു വിക്കിൻ്റെ ആ ഒരു ഏരിയയിൽ കുറച്ച് മുകളിലോട്ടായിട്ടാണ് ഒരു മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. പ്രൈസ് നല്ലൊരു ഡ്രോപ്പ് കാണിക്കുന്നുണ്ട്. റിട്രേസ്മെന്റ് വരാതെ ഒരു മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും ബെറ്റർ ആയിരുന്നു. പക്ഷെ നമുക്ക് അത്രയും ടൈം എടുക്കുന്നുണ്ട്, പിന്നെ വായിച്ചിട്ടുണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഒരു ഹൈ പ്രോബിലിറ്റി എന്നുള്ള രീതിയിൽ ഒരു മൊമെന്റ് ആണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു ഏരിയയാണ് നോക്കാം. ഇവിടെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. അത് എടുത്തിട്ട് പ്രൈസ് പോകുമെന്നൊന്നും അറിയില്ല. നമുക്ക് കെയർഫുൾ ആണോ? ഓക്കെ, ഇതിൻ്റെ താഴെ ക്ലോസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ആ ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്യാതെ ഡ്രോപ്പ് വന്നതിന് ഇവിടെ നമുക്ക് ക്ലോസ് കിട്ടി, ഡയറക്റ്റ് ആയിട്ട് വന്ന് ക്ലോസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് സെറ്റ് ചെയ്യാം. ചിലപ്പോൾ റിട്രേസ്മെന്റ് വന്നിട്ടുണ്ട്, വലിയൊരു റിട്രേസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് പോകും. ഓക്കെ, ബട്ട് ഇമ്പൾസീവായിട്ട് ഇവിടെ എടുത്തിട്ട് ഇമ്പൾസീവായിട്ട് കയറി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലത്തെ ട്രേഡ് ഞാൻ കാണിച്ചത്, ഇന്നലത്തെ ട്രേഡ് ഉണ്ടായിരുന്നില്ല. ഇന്നലെ ബാങ്ക് ഹോൾഡ് ആയിരുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇന്നലെ നമ്മൾ ഇതേപോലെ സെറ്റപ്പിൽ ഷോർട്ട് അടിക്കുന്നുണ്ടെങ്കിൽ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഷോർട്ട് ചെയ്തിട്ടില്ല, ഒരു ട്രേഡ് ഉണ്ടായിരുന്നില്ല. ഹൈ എടുത്തു, ഡൗൺ സൈഡിലേക്ക് വന്നു, MSS കിട്ടി. ഈ ഒരു ഏരിയയിൽ നിന്ന് റിട്രേസ്മെന്റ് വരുന്ന സമയത്ത് എൻട്രി എടുത്ത് കൊണ്ടുപോകും. അതായത് ഡൗൺ സൈഡിലേക്ക് പോയി ഇമ്പൾസീവായിട്ട് കയറി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ, ഇതൊരു സിറ്റുവേഷൻ ആയിട്ട് എടുക്കേണ്ട, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ഇമ്പൾസീവായി പോകുന്ന സമയത്ത് ചിലപ്പം സ്ലോ ആയിട്ടായിരിക്കില്ല, ഇമ്പൾസീവായിട്ടായിരിക്കും പ്രൈസ് കയറി പോകുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ലെവലിൽ എത്തുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ഈവൻസും സ്റ്റോപ്പ് ലോസ് ട്രെയിലെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവേഴ്സിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചെറിയ ലോസിലോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഈവനിൽ എക്സിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ ക്യാപിറ്റൽ, ഞാനിപ്പോൾ പറയുന്നതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പ്രോഫിറ്റിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കണം, നമ്മളെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ കൂടുതലും സംസാരിക്കുന്നത്. നമുക്ക് മെയിൻ വേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ സർവൈവ് ചെയ്ത് ക്യാപിറ്റൽ സെക്യൂർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം അങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലോങ് റണ്ണിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഉള്ള സിറ്റുവേഷൻ നമുക്ക് നോക്കാം. റിട്രേസ്മെന്റ് കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു OP ലെവൽ ഇവിടെ ഉണ്ട് എന്നറിയാം. ജസ്റ്റ് ഇത് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഒരു OP ഞാൻ മാറ്റിയിട്ട് ഇവിടെയുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇതൊരു ബ്രേക്ക് അവേ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലാന്ന്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താണ്? -FEC ആണ്. ഇതും എന്താണ്? ഇത് ബ്രേക്ക് അവേ ആണ്, ഞാൻ -FEC ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഇമ്പൾസീവായിട്ട് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഉണ്ടാകുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പ് ചിലപ്പം പ്രൈസ് വന്ന് ടേക്ക് ഔട്ട് ചെയ്യണം നിർബന്ധം ഉണ്ടാവില്ല. അതിന്റെ താഴെയുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തതിന് ശേഷമായിരിക്കും പ്രൈസ് പോകുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഹയർ ലെവലിലുള്ള ഏരിയയിലേക്ക് ടാപ്പ് ചെയ്യണമെന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം വരുന്നുണ്ടാവില്ല പ്രൈസ്. അതുകൊണ്ട് തന്നെ റീസെന്റ് ആയിട്ട് വരുന്ന ഓർഡർ ബ്ലോക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പ് ലെവൽസിന്, ഓർഡർ ബ്ലോക്ക് ഫെയർ വാല്യൂ ഇത് ഹൈ പ്രോബിലിറ്റി ആണ്. ഈ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കാൻ പറ്റുന്നതാണ്. ഇനി ഇൻ കേസ് ട്രേഡ് എടുക്കാത്തവരാണെങ്കിൽ റിട്രേസ്മെന്റ് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ എന്തായാലും സ്കെയിലപ്പ് ചെയ്യുന്നില്ല, ഇതന്നെ റൺ ചെയ്യാനാണ് പ്ലാൻ ഉള്ളത്. വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനിയൊരു 2 ഫെയർ വാല്യൂ ഗ്യാപ്പ് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്.
ഈ 1 hour ഏരിയ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ 1 hour പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ആ ഒരു ട്രേഡ് ബ്രേക്ക് ചെയ്യാൻ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. നെറ്റ്വർക്ക് ചെറിയ സ്ലോ ഉണ്ട്. വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നാലും ഈ ഒരു ലൈൻ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാനുണ്ട്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ന്യൂ ഇയർക്ക് ഒരു ട്രേഡ് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ സംസാരിച്ച ലെവലായിരുന്നു. അതായത് ഈ ഒരു സെൽസൈഡ് എടുത്തതിന് ശേഷം റിട്രേസിന് ശേഷം റിവേഴ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ബേസിൽ എടുത്ത ട്രേഡാണ്. നമുക്കിവിടെ നോക്കാൻ പറ്റും. ഹാഡ് ടൈം ഫ്രെയിം കൺഫ്ലുവൻസ് ആയിട്ട് 1 hour ഇൻവേർഷൻ ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതൊരു ഇൻവേർഷൻ ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് പ്രൈസ് റെസ്പെക്ട് ചെയ്യുന്ന ഏരിയ നോക്കാം. ഈ ഒരു ഏരിയ നേരത്തെ ഇൻവേർഷൻ ചെയ്തിട്ടുള്ള ഏരിയയിലേക്ക് വന്നിട്ടാണ് പ്രൈസ് ഡ്രോപ്പ് വന്നിട്ടുള്ളത്. അതേപോലെ 5 minutesലേക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. 5 minutesൽ നമുക്കിവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം ഡിസ്പ്ലേസ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് വരുന്നുണ്ട്. വീണ്ടും റിട്രേസ്മെന്റ് ചെയ്ത് ഈ ഒരു ലെവൽസിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ലെവൽസിലേക്ക് പ്രൈസ് പോകുന്നുണ്ട്. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഓർഡർ ബ്ലോക്കിന് ഷോർട്ട് ചെയ്തിട്ടില്ല. അതിനുശേഷം വെയിറ്റ് ചെയ്ത് വീണ്ടും ഡ്രോപ്പ് വന്നു. വീണ്ടും അപ്പ് സൈഡിലേക്ക് പ്രൈസ് മൂവ്മെന്റും വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും പ്രൈസ് വേരിയേഷൻസ് കാണിച്ച സമയത്തായിരുന്നു ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു ട്രേഡും കാര്യങ്ങളും പ്ലേസ് ചെയ്തിട്ടുണ്ടായത്. പ്ലേസ് അതിന് ശേഷം നല്ല രീതിയിൽ ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് നിന്നിട്ട് നമുക്ക് ഈ ഒരു വിക്ക് നോക്കാം. അതേപോലെ ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു വിക്കിന്റെ താഴോട്ട് പോയിട്ട് പ്രൈസ് ക്ലോസ് ചെയ്തിട്ടില്ലാണെന്നുണ്ടെങ്കിൽ ഞാൻ അഗ്രസീവായിട്ട് സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഈവൻ ഈ ഒരു എൻട്രി പോയിന്റിലേക്ക് മാറ്റുന്നതാണ്. ഓക്കെ, ഞാൻ ഇങ്ങോട്ടേക്ക് ഇനി പ്രൈസ് റിട്രേസ്മെന്റ് ആവശ്യമായിട്ട് വരുന്നതായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഓൾമോസ്റ്റ് ഇവിടെ എല്ലാം ലിക്വിഡിറ്റി എടുക്കുന്ന പ്രൈസ് കണ്ടിന്യൂഷൻ ആയിട്ട് ഡൗൺ സൈഡിലേക്ക് പോകാനാണ് ഒരു പ്രോബിലിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ അഗ്രസീവായിട്ട് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ബ്രേക്ക് ചെയ്യാനും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഉള്ളത്. അതേപോലെ നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ് ഈ ഒരു ഏരിയയിൽ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ നമ്മളൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇവിടെ ഷോർട്ട് എൻട്രി എടുത്തു, ഇവിടെ പ്രോഫിറ്റ് ബുക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെയാണ് പ്ലേയപ്പും കാര്യങ്ങളുള്ളത്. എനിക്ക് ഈ ഒരു ക്യാൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരു മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. നമുക്ക് ഈ ഒരു ഡൗൺ ക്ലോസർ ആയിട്ട് ക്യാൻ ക്ലോസ് കിട്ടലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്യുന്ന രീതിയിൽ മാറ്റാൻ വേണ്ടി പറ്റുന്നതാണ്. പ്രൈസ് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ആ ഒരു നോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ താഴോട്ട് പോയിട്ട് നമുക്ക് ക്ലോസ് കിട്ടിയിട്ടില്ല. ഓക്കെ, ഒരു ക്ലോസ് കൂടി കിട്ടലായിരുന്നു എങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരുന്നു. ഒരു ക്ലോസ് അല്ല, ഒരു വിക്ക് ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഒരു മൈനർ ആയിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പും കൂടി കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഒരു സ്മോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ചിലപ്പം പ്രൈസ് ആ ഒരു ഏരിയയിലേക്ക് വന്നേക്കാം. ഈ ഒരു ഏരിയയിലേക്ക് വരാനുള്ള പോസിബിലിറ്റിയും കൂടി കാണുന്നുണ്ട്. ഏരിയയിൽ വന്ന് ടാപ്പ് ചെയ്ത് ട്രാൻസിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ക്ലോസിലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്യായിരുന്നു. ഇത് ക്ലോസ് അല്ലാത്തതുകൊണ്ട് സ്വീപ്പ് ആയതുകൊണ്ട് തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ആൻറ്റി ക്ലോസും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്ന് ക്ലോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, നമ്മൾ ആ ഒരു എക്സാക്റ്റ് ആ ഒരു പ്ലാൻ പോലെ തന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇൻ കേസ് ഈ ഒരു ലെവലിൽ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ ബെറ്റർ ഓപ്ഷൻ നമുക്കിവിടെ ബ്രേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. റിട്രേസ്മെൻ്റ് ആയിട്ട് ചെറിയ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സിലാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്. DXY കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ റിട്രേസ്മെൻറ്റ് വന്നേക്കാം. റിട്രേസ്മെൻറ്റ് വരുത്താണെന്നുണ്ടെങ്കിലും യൂറോയിൽ റിട്രേസ്മെൻ്റ് ആയിട്ട് ഈ ഒരു ഏരിയ വരെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓർഡർ ബ്ലോക്ക് ലെവൽസിലേക്കും പ്രൈസ് കാണാൻ പറ്റുന്നുണ്ടാകും. ഓക്കെ, എന്നാലും ഒരു ഡ്രോപ്പ് എക്സ്പെക്ട് ചെയ്യാം. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതാണ് പൈസ ലിക്വിഡിറ്റി ലെവലായിട്ട് DXY ഉള്ളത്. യൂറോയിലുള്ളത് ഈ ഒരു ലോ ആണ്. എത്രത്തോളം സപ്പോർട്ടീവായിട്ട് ആ ഒരു ഏരിയ മൂവ്മെൻറ്റും വരും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഈ ഒരു ലോൻ്റെ താഴെ പോയിട്ട് പ്രൈസ് ക്ലോസ് കിട്ടിയിട്ട് ഞാൻ ബ്രേക്ക് ചെയ്യാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് എൻട്രി എടുത്തുള്ളത്. ആ ഒരു ഏരിയയിലേക്ക് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും ട്രെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും കൂടി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. റിട്രേസ്മെൻറ്റും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. നോക്കാം, നമുക്ക് പ്രൈസ് ഈ ഒരു ഏരിയയിൽ ചെറിയൊരു റിട്രേസ്മെൻറ്റ് വന്നേക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ റിട്രേസ്മെൻറ്റ് വരുന്നു, ഡ്രോപ്പ് വരുന്നു എന്നുള്ള രീതിയിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഏരിയ വരെ വന്നതിന് ശേഷം ടാപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് ഡൗൺ സൈഡിലേക്ക് പോകും. ഞാൻ ഈ ഒരു ലെവൽസ് വരെയുള്ള റിട്രേസ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, കണ്ടിന്യൂഷനാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. DXYയിൽ ഞാൻ ഒരു കണ്ടിന്യൂഷനാണ്, ഒരു എക്സ്പാൻഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം.
ഇവിടെ ഒരു അലേർട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. SMT ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, DXY ഈ ഒരു ഹൈ എടുക്കുന്നു, യൂറോ ഹൈ എടുക്കാത്ത ലോ എടുക്കാത്ത രീതിയിലൊരു മൂവ്മെൻറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അലേർട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു മൊമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ലോവർ ലെവലിലേക്ക് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മൾ ഒരു TP ലെവൽ എത്തിയിട്ടുണ്ട്. DXY ഒരു ഹൈ ടേക്കൻ ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആ ഒരു ബുള്ളിഷ്നെസ് കണ്ടിന്യൂ ചെയ്യലാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ബൈ സൈഡ് ലിക്വിഡിറ്റി വരെ റണ്ണ് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു SMT എന്നുള്ള രീതിയിലൊരു മൊമെൻറ്റ് കാണാൻ പറ്റുന്നത്. DXY ഒരു ഹൈ ടേക്കൻ ഔട്ട് ചെയ്തു, യൂറോയിൽ ആ ഒരു ലോ ടേക്കൻ ഔട്ട് ചെയ്യാത്ത രീതിയിൽ. പക്ഷേ ഇതൊരു സൈഡ് ലിക്വിഡിറ്റിയാണ്. എന്തായാലും നമുക്ക് ഡ്രോപ്പ് വരുന്ന എക്സ്പെക്ട് ചെയ്യാം. കുറച്ചും കൂടി ഒന്ന് പ്രൈസ് ഹോൾഡ് ചെയ്ത് നോക്കാം നമ്മൾ ആ ഒരു ടാർഗറ്റ് ലെവലിലേക്ക് വരുമോ എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇൻകേസ് ഒരു റിവേഴ്സൽ കിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇത്രയും ലെവൽ വന്നിട്ട് നമുക്ക് ആ ഒരു ബ്രേക്ക് എന്നുള്ള രീതിയിൽ എക്സിറ്റ് ചെയ്ത് മാറേണ്ടി വരും. ഓക്കെ, എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ആ ഒരു കണ്ടിന്യൂഷൻ ഡൗൺ സൈഡിൽ കിട്ടും എന്നുള്ളത്. ഓക്കെ, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് ഈ ഒരു ലോ ലെവൽസ് നിന്നായിരിക്കും പ്രോഫിറ്റും കാര്യങ്ങളും ബുക്ക് ചെയ്യുന്നുണ്ടാവുക. ഓൾമോസ്റ്റ് എൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളും പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലെവൽസിലാണ്. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഒരു ഇൻവേർഷൻ കാണിക്കുന്നുണ്ട്, റിവേഴ്സലാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ബട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനോ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്റ്റിൽ ട്രേഡ് ഹോൾഡ് ചെയ്യലാണ്. ഒരു പ്ലസ് IFEG ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഈ ഒരു ഇൻവേർഷന് താഴോട്ട് പോയിട്ട് പ്രൈസ് ക്ലോസ് കിട്ടണം ഇമ്പൾസീവ് ആയി വന്നിട്ട്. DXY ഒരു ചെയിൻ ലോ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ടേക്കൻ ഔട്ട് ചെയ്ത് പ്രീവിയസ് ഹൈ ടേക്കൻ ഔട്ട് ചെയ്ത് അപ്സൈഡിലേക്ക് പോകണം. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്തു. നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്, റിവേഴ്സൽ ഓൾറെഡി എക്സ്പെക്റ്റഡ് ആണ്. കാരണം ഇത്രയും വലിയൊരു എക്സ്പാൻഷൻ കിട്ടി കഴിഞ്ഞാൽ റിട്രേസ്മെൻറ്റ് വരേണ്ട എന്തായാലും ലോജിക്കാണ്. ഓക്കെ, ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഇന്നത്തെ ദിവസവും ഇന്നത്തെ മിന്നാത്ത എല്ലാ ദിവസവും നമ്മൾ നോക്കുന്നത് ഒരു മാനിപ്പുലേഷൻ മൂവ്മെൻ്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടി, ഫെയർ വാല്യൂ ഒന്ന് ടാപ്പ് ചെയ്ത് ഓവറായിട്ട് ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യാനായിട്ട് കാണിക്കും. പക്ഷേ ഇവിടെ കണ്ടോ എപ്പോഴും ഒരു ഇൻവേർഷൻ കാണിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ കണ്ടോ ഇവിടെ ഫെയർ വാല്യൂ ഇൻവേർഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മാനിപ്പുലേഷൻ മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. എത്രത്തോളം നമുക്ക് നോക്കാം. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിട്ട് എൻട്രി എടുക്കുന്നത്. ഇന്ന് ലേറ്റ് ആയിട്ട് എൻട്രി എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എൻട്രി എടുത്തിട്ടുണ്ടാവും. ഇന്ന് ലേറ്റ് ആയിട്ട് എൻട്രി ഒരു കൺഫർമേഷന് ശേഷമാണ് എപ്പോഴും എൻട്രി എടുത്തിട്ടുള്ളത്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. നമുക്ക് റിട്രേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. എക്സ്പെക്റ്റഡ് ചെയ്ത പോലത്തുള്ളൊരു മൂവ്മെൻ്റ് അല്ല. സ്റ്റോപ്പ് ലോസ് ഉള്ളത് ഈ ഒരു ഏരിയ ആണ്. ലോവർ ലെവലിലേക്ക് റണ്ണ് കിട്ടി, ഒരു ലോ ടേക്കൻ ഔട്ട് ചെയ്തു, ഇമ്പൾസീവായി പ്രൈസ് അപ്സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഇൻകേസ് സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യാൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ബുക്ക് ചെയ്ത് മാറും പ്രൈസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. എക്സ്പെക്റ്റഡ് ചെയ്ത ബോർഡിലൊരു മൂവ്മെൻ്റ് അല്ല കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഡ്രോപ്പ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്ത്, ഒരു റിവേഴ്സലാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇൻകേസ് ഇവിടെ വിക്ക് ക്രിയേറ്റ് ആയിട്ട് ഔട്ട് സൈഡിലേക്ക് പോയി ക്ലോസ് ഇട്ടിലാണെങ്കിൽ ഫർദർ മൂവ്മെൻറ്റ് കിട്ടും. അല്ലെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് ആ ഒരു ട്രേഡ് സ്റ്റോപ്പ് സെറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ലെവൽസ് ഓക്കെ. ഇത് ബ്രേക്ക് ചെയ്യാൻ ഹിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ എത്തുന്നതിന് മുമ്പേ ബ്രേക്ക് ചെയ്യാൻ ഹിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഏരിയ എത്തുന്നതിന് മുമ്പേ ബ്രേക്ക് ചെയ്യാൻ ഹിറ്റ് ആയിട്ടുണ്ട്. ഒരു സ്പ്രെഡ് കൊണ്ടാണ് തോന്നുന്നു. കുറച്ചൊരു സ്പ്രെഡ് വന്നു ആ സമയത്ത് കൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ എക്സിറ്റായി മാറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത്ര ട്രേഡ്സും കാര്യങ്ങളുള്ളൂ. ഈ ഒരു ഏരിയയിലാണ് ബുക്ക് ചെയ്ത് മാറിയിട്ടുള്ളത്. ഓക്കെ, കുറച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിട്രേസ്മെൻറ്റിന് ശേഷം ഔട്ട് സൈഡിലേക്ക് വന്നേക്കാം. ബട്ട് ഒരു സ്പ്രെഡ് കൊണ്ട് കുറച്ചുകൂടി നേരത്തെ എക്സിറ്റ് ആയി പോയി. ഓക്കെ, കുഴപ്പമില്ല. പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് എക്സിറ്റ് ചെയ്ത് മാറിയിട്ടുള്ളത്. ഈ ഒരു അപ്സൈഡിലേക്കുള്ള മൂവ്മെൻറ്റും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇന്നത്തെ ദിവസത്തെ ട്രേഡ് നോക്കലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ എടുത്തൊരു പ്രോഫിറ്റബിൾ ട്രേഡ് ഉണ്ട്. അതേപോലെ തന്നെ ഒരു പാർഷ്യൽ ബുക്ക് ചെയ്ത ട്രേഡ് ഉണ്ട്. 2 ട്രേഡാണ് ഇന്ന് പുഷ് ചെയ്തിട്ടുള്ളത്. പ്രോഫിറ്റബിൾ ആയിട്ടാണ് നമ്മൾ ഇന്ന് എക്സിറ്റ് ചെയ്തിട്ടുള്ളത്.